നമസ്കാരം, ഞാൻ ഉമാശങ്കർ എഴുമങ്ങാട്. US മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരി മുലയമ്പറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം 28-ാം തീയതി ആഘോഷിക്കുകയാണ്. അതിഗംഭീരമായി നടക്കുന്ന പൂരത്തിൻ്റെ പതിർവാണിഭം എന്ന പരിപാടി നാളെ തുടങ്ങുകയാണ്. എല്ലാവർക്കും പൂരാശംസകൾ. പൂരാഘോഷത്തെക്കുറിച്ച് കേന്ദ്ര ആഘോഷ കമ്മിറ്റി സംസാരിക്കുകയാണ്. ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പ് ക്ഷേത്ര പൂരമഹോത്സവം ഈ വരുന്ന 2027-28 തീയതികളിലാണ് നടക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഈ കഴിഞ്ഞ 25-ാം തീയതി മുതൽ തന്നെ നമ്മൾ 3.5 കോടി ഇൻഷുറൻസിൻ്റെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. 5-7 ദിവസത്തെ ഇൻഷുറൻസ് വായിക്കേണ്ടതുള്ളത് അത് 25-ാം തീയതി മുതലാണ് ഇൻഷുറൻസിൻ്റെ പൂരത്തിൻ്റെ ഭാഗമായിട്ട് 25-ാം തീയതി മുതൽ മാർച്ച് 2-ാം തീയതി വരെയാണ് അതിൻ്റെ കാലാവധി. നമ്മൾ പൂരത്തിലൂടെ മെയിൻ നമ്മുടെ പ്രധാനമായിട്ടുള്ളത് നമുക്ക് സുരക്ഷാ ക്രമീകരണത്തിൻ്റെ ഭാഗമായിട്ട് ഇൻഷുറൻസ് തന്നെയാണ്. ഡൽഹിയിൽ പൂരത്തിന് ഒരുപാട് ജനങ്ങൾ വരുന്ന ക്ഷേത്രമാണ് മുലയമ്പറമ്പ് ക്ഷേത്രം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ഒരു സുരക്ഷ, പിന്നെ പോലീസ് സജ്ജീകരണങ്ങൾ 100-200ഓളം പോലീസ് സേന ഉണ്ടാവും. പിന്നെ ട്രാഫിക് നിയന്ത്രണത്തിന് വേണ്ടിയിട്ട് പിന്നെ ഈ ഡോമാകെയറിൻ്റെ 20 പേരും, അതുകൂടാതെ ഡോമാകെയറിൻ്റെ ട്രാഫിക് സെക്ഷനിൽ 50 പേരും, അങ്ങനെ മൊത്തം 80, 200 പോലീസുകാരും ഈ ഡോമാകെയറിൻ്റെ ആൾക്കാരും നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതുവഴി ഫയർഫോഴ്സിൻ്റെ ആൾക്കാർ, ഫയർ സേഫ്റ്റി ആൾക്കാരുണ്ടാവും. പിന്നെ നമ്മൾ പ്രധാനമായിട്ട് നമുക്കവിടെ വരുന്നത് ഈ വരവ് നമ്മൾ പിന്നെ 6:30 മുതൽ 7:30 വരെയാണ് ബുക്ക് ചെയ്തത്. അതിന് പ്രധാനപ്പെട്ട കേരളത്തിലെ എല്ലാവിധ വലിയ ഗജവീരന്മാരും പങ്കെടുക്കുന്ന ഉത്സവമാണ് ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പ് ക്ഷേത്രം. അതാണ് നമുക്ക് ട്രാഫിക് നിയന്ത്രണം നല്ല രീതിയിൽ പാലിച്ചാൽ തന്നെയാണ് നമുക്ക് ചാലിശ്ശേരി ശ്രീ മുലയമ്പറമ്പ് ക്ഷേത്ര മഹോത്സവം നല്ല രീതിയിൽ നടക്കുന്നത്. അത് വർഷം തോറും ഭയങ്കര രീതിയിൽ ജനങ്ങൾക്ക് വരാൻ പറ്റാത്ത രീതിയിൽ ബ്ലോക്കുകൾ എല്ലാ മേഖലയിലും ഉണ്ട്. അതുകൊണ്ട് ഒരുപാട് സ്ത്രീകൾക്കും കുട്ടികൾക്കും നല്ല രീതിയിൽ പുഴ പറഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ട്. അപ്പം എന്താ വെച്ചാൽ റോഡ് സൈഡിൽ വണ്ടികൾ തിങ്ങിയിട്ട് ആൾക്കാർക്ക് വരാൻ പറ്റുന്ന അവസ്ഥയാണ് ചാലിശ്ശേരി മുലയമ്പറമ്പ് കൊടുക്കുന്നത്. അതിന് ഇപ്രാവശ്യം മാറ്റം വരുത്തിയിട്ടുണ്ട്. അതിന് വേണ്ട രീതിയിൽ ചെയ്യാൻ നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. ചാലിശ്ശേരി പൂരത്തിന് വാണിഭം മുതൽ ഒരു ജനത്തിരക്ക് അനുഭവപ്പെടുകയായിരുന്നു. അതുപോലെ 6:00-ക്ക് ശേഷം ക്ഷേത്ര മൈതാനത്തേക്ക് ഈ ആനയില്ലാത്ത പരിപാടികൾ, ശിങ്കാരിമേളം, ഇണക്കാളകൾ, താറാപ്പൂതൻ, തെയ്യം, കാവടിയാട്ടം, അത്തരം കലാരൂപങ്ങളെല്ലാം 6:30-ക്ക് ശേഷമാണ് ക്ഷേത്രത്തിലെത്തിച്ചേരുക. അതുപോലെ തന്നെ സുരക്ഷയുടെ ഭാഗമായിട്ട് എലിഫന്റ് സ്ക്വാഡിൻ്റെ 2 യൂണിറ്റ് സജ്ജീകരിച്ചിട്ടുണ്ട്. അതുപോലെ ഫസ്റ്റ് എയ്ഡ്, CHCCയുടെ സേവനം, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള സേവനം, അതുപോലെ 1-2 പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുടെ സേവനം, ഇതെല്ലാം സുരക്ഷയുടെ ഭാഗമായിട്ടുണ്ട്. അതുപോലെ ചാലിശ്ശേരി മെയിൻ റോഡ് മുതൽ ക്ഷേത്ര മൈതാനം, അതുപോലെ തന്നെ പരിസരം മുഴുവൻ CCTVയുടെ നിരീക്ഷണത്തിലാണ്. അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ആസ്വദിക്കുന്നതിന് വേണ്ടി
ഫാമിലി കോർട്ട്, അതുപോലെ റൈഡുകൾ, യന്ത്രൂഞ്ഞാല്, മരണക്കിണർ, അത്തരം സംഭവങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ, അതായത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കൂത്ത് തുടങ്ങിയിട്ട് കുംഭമാസം 5-ാം തീയതി കൂത്ത് തുടങ്ങും. കുംഭമാസം 17-ാം തീയതി പൂരത്തോടു കൂടി ക്ഷേത്രത്തിലെ ആ ഒരു ചടങ്ങ് കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. പിന്നെ പൂരം എന്ന് പറഞ്ഞാൽ പൂരത്തലേന്നാണ് പ്രത്യേകിച്ച് ചാലിശ്ശേരിയിൽ വാണിഭം എന്ന് പറയുന്നൊരു സംഭവം. അത് ഈ പരിസരത്ത് ഏറ്റവും വലിയൊരു സംഭവം തന്നെയാണ്. കൂടുതൽ ആളുകൾ എത്തുക മാത്രമല്ല, കാർഷിക മേഖലയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾ കർഷകർ കൊടുന്ന് വിൽക്കുകയും അതുപോലെ തന്നെ കാർഷിക ഉപകരണങ്ങൾ കർഷകർക്ക് കിട്ടുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഈ കൊയ്ത്ത് കഴിഞ്ഞ പതിര്, അതായത് നമ്മൾ നെല്ലിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പതിര് കൊണ്ടുവന്ന് ഉണക്ക മത്സ്യം വാങ്ങിയിരുന്ന ഒരു കാലമായിരുന്നു പതിര് വാണിഭം എന്ന് മുന്നേ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ പതിര് മാറ്റം ചെയ്യുന്ന ആ സമ്പ്രദായം ഇല്ല. ഇപ്പോൾ പച്ചമത്സ്യമാണ് ഈ വാണിഭത്തിൻ്റെ പ്രധാന ഐറ്റം. എങ്കിലും ഈ പല നമ്മുടെ പഴയ കാലത്ത് നാട്ടുചന്തകളെ അനുസ്മരിക്കുന്ന പല ഒരുവിധമുള്ള സാധനങ്ങൾ, ചന്ത എന്ന സ്ഥിതിയിൽ എല്ലാവിധ സാധനങ്ങളും ലഭിക്കുന്ന ഒരു വാണിഭമാണ് ഈ പതിർ വാണിഭം. പേരിപ്പോഴും പതിർ വാണിഭം എന്നാണെങ്കിൽ ശരി, വാണിഭം എന്നാണ് പറയാം. ഇത് കാണാൻ തന്നെ, ഇത് സാധനങ്ങൾ മേടിക്കാതെ തന്നെ ഇത് കാണാൻ തന്നെ ഒട്ടനവധി ജനങ്ങൾ എത്തിച്ചേരും. അത് ചാലിശ്ശേരിയുടെ മാത്രം ഒരു പ്രത്യേകതയാണ്. ചാലിശ്ശേരി മുലയമ്പറമ്പ് പൂരമഹോത്സവത്തിന് കൂട്ടിയെഴുന്നള്ളിപ്പിൽ പങ്കെടുക്കുന്നതിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആനയായിട്ട് തെച്ചിക്കോട്ടെ രാമേന്ദ്രൻ പടിഞ്ഞാറുമുക്ക് കമ്മിറ്റിക്ക് വേണ്ടിയിട്ടാണ് വരുന്നത്. പിന്നെ പുതുപ്പള്ളി കേശവൻ, കമ്പനിപ്പടി പൂരാഘോഷ കമ്മിറ്റി, ചെർപ്പളശ്ശേരി രാജശേഖരൻ, യുവചേതന കൗക്കോട്, സംഭവം ആലിക്കര ചിറക്കൽ കാളിദാസൻ, ഊട്ടോളി അനന്തൻ, ദേവി കല്ലുംപുറം, കുട്ടംകുളങ്ങര അർജുനൻ, പട്ടിശ്ശേരി ദേശം തിരുവമ്പാടി ചന്ദ്രശേഖരൻ, നമസ്തേ കുന്നത്തുപറമ്പ് ഗുരുവായൂർ നന്ദൻ, കണ്ടംകുളം പുരാഘോഷ കമ്മിറ്റി പുതുപ്പള്ളി സാധു, കിഴക്കൻ സൂക്കൻസ് കുഞ്ചു, പോലീസ് മുഖ്യ നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, ശ്രീ ദുർഗാദേവി കല്ലുംപുറം ശരൺ അയ്യപ്പൻ, ടൗൺ കിഴക്കൻമുക്ക് ശങ്കരാപർവത്ത് ഗണപതി, യുവമിത്ര കൗക്കോട് മച്ചാട് ജയറാം, മേജർ കുന്നത്ത് പറമ്പ് ആമ്പാടി ബാലൻ, നാട്ടുകൂട്ടം കോക്കൂർ കരിവന്തല ഗണപതി, സംഘമിത്ര ഒറ്റപ്പിലാവ് തെച്ചിക്കൂട്ടുകാർ ദേവദാസൻ, കാളിയൻ മയിലാടിക്കുന്ന് കൊളക്കാടൻ ഗണപതി, യുവാം മയിലാടിക്കുന്ന് ലിബർട്ടി ഉണ്ണിക്കുട്ടൻ, ആരവം കുന്നത്ത് പറമ്പ് ആക്കവള വിഷ്ണു നാരായണൻ, അമ്പലമുക്ക് തിരുവമ്പാടി കണ്ണൻ, കൈരളി ആശുപത്രിക്കുന്ന് കടയക്കച്ചാൽ ഗണേശൻ, കുടമരക്കുന്ന് ദേശം ചിറക്കടവ് തിരുനീലകണ്ഠൻ, ചൈതന്യ പെരുമണ്ണൂർ മൂലാട് മൽഗണപതി, മട്ടിച്ചോട് ഉഷശ്രീ ശങ്കരൻകുട്ടി. ഇത്രയും കമ്മിറ്റികളാണ് ആനയുടെ നമുക്ക് പേര് തന്നിട്ടുള്ളത് കേരള പൂരാഘോഷ കമ്മിറ്റിക്ക്. ഇനി കുറച്ച് ചാലിശ്ശേരി പൂരം എന്ന് പറഞ്ഞാൽ 3 ജില്ലകളിൽ നിന്നും പൂരം എത്തുന്ന ഒരു ക്ഷേത്രമാണ്. മലപ്പുറം ജില്ലയിൽ നിന്നും അതുപോലെ തന്നെ തൃശ്ശൂർ ജില്ലയിൽ നിന്നും കൂടുതൽ വരവ് പൂരങ്ങൾ ഉള്ള ഒരു പൂരമാണ് ചാലിശ്ശേരി. പാലക്കാട്, തൃശ്ശൂർ, മലപ്പുറം ജില്ലകളുടെ സംഗമ ഭൂമി എന്ന് പറയുന്നത് പോലെ തന്നെ ചാലിശ്ശേരി സംഗമഭൂമിയാണെന്ന് പറയുന്നത് അത് അക്ഷരാർത്ഥത്തിൽ അത് തെളിയിച്ചുകൊണ്ട് തന്നെയാണ് അവിടുത്തെ കാര്യങ്ങളും ഉണ്ടാകുന്നത്. കാരണം 3 ഈ ജില്ലകളിലായിട്ടാണ് ക്ഷേത്രത്തിൻ്റെ തട്ടകം സ്ഥിതി ചെയ്യുന്നത്.
തൊണ്ണൂറ്റെട്ട് ദേശങ്ങളാണ് സാധാരണ 96-98 എന്നുള്ള ഒരു രൂപത്തിലാണ് അത്ര ദേശങ്ങളുടെ തട്ടകത്തമ്മയായിട്ടാണ് മുട്ടയമ്പറമ്പത്തമ്മ വാണാരിടുന്നത് എന്നതാണ് സങ്കല്പം. അതുപോലെ തന്നെ 3 ജില്ലകളിൽ നിന്നും ആയിട്ടുള്ള എഴുന്നള്ളിപ്പുകൾ ഈ ചാലിശ്ശേരിയിൽ എത്തിപ്പെടാറുണ്ട്. അത് കേരളത്തിൽ തന്നെ വളരെ അപൂർവമായിരിക്കും ഇങ്ങനെ 3 ജില്ലകളിൽ നിന്നും ഒരു സ്ഥലത്തേക്ക്, ഒരു ക്ഷേത്രത്തിലേക്ക് ഈ ഉത്സവം, പ്രാദേശിക ഉത്സവാഘോഷ കമ്മിറ്റിക്കാരുടെ പരിപാടി എത്തിച്ചേരുക എന്നുള്ളത് വളരെ അപൂർവമായിരിക്കും.